മാനേജ്മെൻറ്റിലെ സർവീസ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ലാസ്റ്റ് യൂണിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വാട്ട് യു മീൻ ബൈ സർവീസ്, എന്താ സർവീസ് എന്ന് പറഞ്ഞാൽ? സർവീസ് എന്ന് പറയുന്നത് സർവീസ് റെപ്രസെൻറ്റ് ഐദർ ഇൻടാഞ്ചിബിൾ yielding satisfaction directly, transportation, or intangible yielding satisfaction jointly when purchased either with commodities or service. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻടാഞ്ചിബിൾ yield ഓഫ് സാറ്റിസ്ഫാക്ഷൻ, നമുക്കത് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല, അങ്ങനെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ് സർവീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജോയിൻ്റ് ആയിട്ട്, അതായത് നമ്മൾ ബാങ്ക് സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ സർവീസ് എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് സർവീസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അതുപോലെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, മിനിമം 2 ഡെഫിനിഷനെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. അതിൽ വേറൊരു സ്റ്റാൻഡേർഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ ഇൻടാഞ്ചിബിൾ ആക്ടിവിറ്റീസ് വിച്ച് പ്രൊവൈഡ് വൺ സാറ്റിസ്ഫാക്ഷൻ വെൻ മാർക്കറ്റഡ് ടു കൺസ്യൂമേഴ്സ് ഓർ ഇൻഡസ്ട്രിയൽ യൂസേഴ്സ്. അതായത് പ്രത്യേകിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷേ ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് തൊട്ട് നോക്കാനോ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും. നോട്ട് നെസസറിലി ടൈഡ് ഓഫ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ഓർ അനദർ സർവീസ്. അതിൽ സെയിൽ ഓഫ് പ്രൊഡക്റ്റോ അനദർ സർവീസോ ഉണ്ടാവില്ല. പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം സംടൈംസ് ഉണ്ടാവില്ല, നമ്മൾ സർവീസിനെ നമ്മൾ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ കൂടി. ഇനി അതാണ് സർവീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സർവീസ് മാനേജ്മെൻറ്റ്? സർവീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സർവീസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ബുക്കിലുള്ള എക്സ്പ്ലനേഷൻ അത്ര പോരാ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കണം, ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സർവീസ് മാനേജ്മെൻറ്റ് refers to the coordination and management of activities, resources and processes to deliver high quality service to customers. അതായത് സർവീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കോർഡിനേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, റിസോഴ്സസും പ്രോസസ്സും, മെയിനായിട്ട് സർവീസിൽ വരുന്ന ഒരു ടേമാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ടു ഡെലിവർ ഹൈ ക്വാളിറ്റി സർവീസ് ടു കസ്റ്റമേഴ്സിന് ഹൈ ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ വേണ്ടി അതിലുള്ള പ്രോസസ്സും റിസോഴ്സസും മാനേജ് ചെയ്യുന്ന ആക്ടിവിറ്റീനെയാണ് നമ്മൾ സർവീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കമ്പോണൻസ് ഓഫ് സർവീസ് മാനേജ്മെൻറ്റ്, അതിന് വരുന്ന മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് സർവീസ് സ്ട്രാറ്റജി ആൻഡ് സർവീസ് ഓഫറിങ്സ്. നമ്മൾ ഒരു സ്ട്രാറ്റജി, നമ്മൾ സർവീസ് പല ടൈപ്പ് ഓഫ് സർവീസ് ചെയ്യുമ്പോഴും, ഹോസ്പിറ്റൽ സർവീസ് ഉണ്ട്, ഹോട്ടൽ സർവീസ് ഉണ്ട്, കാറ്ററിംഗ് സർവീസ് ഉണ്ട്, അതൊക്കെ ചെയ്യുമ്പോഴും അതിന് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. സർവീസ് ഓഫറിങ്സ് അതേപോലെ തന്നെ സർവീസ് സ്ട്രാറ്റജി, അതിൽ മെയിനായിട്ട് സ്ട്രാറ്റജി ചെയ്യുമ്പോൾ അതിൽ ചെയ്യേണ്ടത് ഒന്ന് ഡെഫിനിഷൻ, അതായത് ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓഫറിങ്സ്, നമ്മൾ എങ്ങനെയാണ് അത് ഓഫർ ചെയ്യേണ്ടത്, ആ സർവീസ് അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്. അത് പല രീതിയിൽ നമുക്ക്, ഇപ്പോൾ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ പല രീതിയിൽ നമുക്ക് ഓഫർ ചെയ്യാം, അതിലേതൊക്കെ വേണം എന്നൊക്കെ വേണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി, ഇനി മാർക്കറ്റിലേക്ക് എങ്ങനെ എത്തുക അതിൻ്റെ ഒരു സ്ട്രാറ്റജി. സർവീസ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ആ സർവീസ് മാനേജ് ചെയ്യാൻ നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോട്ടലാണെന്ന് വിചാരിക്കുക, ഹോട്ടലിൽ ഫുഡ് ആൻഡ് ബിവറേജസ് ഉണ്ടാവും, റൂംസ് ഉണ്ടാവും, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, അതാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പല കാറ്റഗറി ഉണ്ടാവും, അപ്പോൾ എല്ലാതും ഇപ്പോൾ റൂംസ് റെൻറ്റിന് കൊടുക്കുന്നത് ഒരു ഭാഗം, അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജസ് എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറി, അതിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് അതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്. അപ്പോൾ ഇങ്ങനെ പല പ്രോഗ്രാംസ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഇനി സ്പെയർ പാർട്സ് മാനേജ്മെൻറ്റ്. സ്പെയർ പാർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അതിൻ്റെ പാർട്ടുകളാണ്. പാർട്സ് സപ്ലൈ മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പാർട്സ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് വേണം, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് മാനേജ് ചെയ്യണം, ഡിമാൻഡ് മാനേജ് ചെയ്യണം. പല ഡിമാൻഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മളൊരു സർവീസ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആണ്, നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ അവിടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്, എല്ലാവർക്കും കൂടി ഒരുമിച്ചല്ല കൊടുക്കുക. അപ്പോൾ ഓരോ കാറ്റഗറിക്കും അനുസരിച്ച് അത് മാനേജ് ചെയ്യുക. ചില ദിവസങ്ങളിൽ ചില ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ആൾക്കാർക്ക് മാത്രമേ എൻട്രി ഉണ്ടാവുള്ളൂ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ ഡിമാൻഡ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഫുൾഫിൽമെൻറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ.
പിന്നെ സർവീസ് പാർട്ട് മാനേജ്മെൻറ്റ്, സർവീസ് ചെയ്യുന്നതും പല കാറ്റഗറി ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് ഈ സർവീസ് മാനേജ്മെൻറ്റ് എന്നുള്ളതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്നത് റിട്ടേൺസ്, റിപ്പയേഴ്സ് ആൻഡ് വാറണ്ടീസ്. അതേപോലെ തന്നെ റിട്ടേൺസ്, കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതാണ് വാറണ്ടി ആൻഡ് ക്ലെയിം മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇതൊക്കെ എല്ലാതും ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ വരുന്നതല്ല. ഇപ്പോൾ ഈ റിട്ടേണും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ ചെയ്യുന്നില്ലേ, അവർ ചെയ്യുമ്പോഴാണ് നമ്മൾ റിട്ടേണും കാര്യങ്ങളൊക്കെ അവർ സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊരു പ്രൊഡക്ഷന് നടത്തുന്നില്ല, അവർ ലോജിസ്റ്റിക് സർവീസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുന്ന ഒരു വർക്കാണ്, ആ സർവീസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് റിട്ടേൺസ്, റിവേഴ്സ് ലോജിസ്റ്റിക്, റിട്ടേൺ പ്രോസസ്സിംഗ്. ആ ലോജിസ്റ്റിക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സപ്ലൈ ചെയ്യാൻ എന്ന് പറയുന്ന ആ ടേമാണ് അവർ യൂസ് ചെയ്യുന്നത്, പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കാവുന്നത്. ഇനി വരുന്നത് ഫീൽഡ് സർവീസ് മാനേജ്മെൻറ്റ് ആൻഡ് ഫീൽഡ് ഫോഴ്സ് ഇഫക്റ്റീവ്നെസ്. അതിൽ ടെക്നീഷ്യൻ എനേബിൾമെൻറ്റ്, മൊബിലിറ്റി, ഇ ലേണിംഗ്, അതായത് നമ്മൾ അതിലൂടെ ചെയ്യുന്ന ആക്ടിവിറ്റി ഷെഡ്യൂളിങ്, ബില്ലിങ് കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി കസ്റ്റമർ മാനേജ്മെൻറ്റ്, അതിൽ മെയിനായിട്ട് വരുന്ന ഓർഡർ മാനേജ് ചെയ്യുക, ചാനൽ ആൻഡ് പാർട്ട്ണർ മാനേജ്മെൻറ്റ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഓർഡറുകൾ വരുമ്പോൾ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ആകുമ്പോൾ അതിൽ ഓർഡർ മാനേജ്മെൻറ്റ് ആൻഡ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് മാനേജ് ചെയ്യുക. അതുപോലെ ചാനൽ ആൻഡ് പാർട്ട്ണർ മാനേജ്മെൻറ്റ്, അതിൽ നമ്മൾ പല ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യും, പല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കസ്റ്റമർ ഇൻസൈറ്റ്, നമുക്ക് കസ്റ്റമർക്ക് നമ്മുടെ സർവീസിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി അവർ കുറേ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ, നമുക്കതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കാർട്ടിലൊക്കെ എടുത്തിടുക എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതിന് വേണ്ട ഫെസിലിറ്റീസൊക്കെ ചെയ്തു കൊടുക്കണം. അസറ്റ് മെയിൻ്റെനൻസ്, ടാസ്ക് ഷെഡ്യൂളിങ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ അതിൽ റിമോട്ട് മോണിറ്ററിങ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഡയഗ്നോസ്റ്റിക് ആൻഡ് ടെസ്റ്റിങ്, നമ്മൾ എന്ത് ചെയ്യുക, ഇത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അസറ്റ് മാനേജ്മെൻറ്റ്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടൊക്കെ സർവീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഒരു സർവീസിന്, അപ്പോൾ അതൊക്കെ കോൺഫിഗർ ചെയ്തിട്ട്, അതായത് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ മെയിൻ ചെയ്യുന്നത്. ഓക്കെ.